ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. അധ്യായം 14. ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ. ശ്ലോകം 1. ശ്രീ ഭഗവാനുവാച: പരം ഭൂയഃ പ്രവക്ഷ്യാമി ജ്ഞാനാനാം ജ്ഞാനമുത്തമം യജ്ഞാത്വാ മുനയഃ സർവേ പരാം സിദ്ധിമിതോ ഗതാഃ. വിവർത്തനം. പരമദിവ്യോത്തമ പുരുഷൻ പറഞ്ഞു: ഏതൊന്നറിഞ്ഞതുകൊണ്ടാണോ ഋഷികളെല്ലാം തികഞ്ഞ പരിപൂർണത നേടിയിട്ടുള്ളത്? സർവോത്കൃഷ്ടമായ ആ പരമജ്ഞാനത്തെപ്പറ്റി ഞാൻ വീണ്ടും നിന്നോട് പറയാം. ഭാവാർത്ഥം: 7-ാം അധ്യായം മുതൽ 12-ാം അധ്യായത്തിൻ്റെ അവസാനം വരെ നിരപേക്ഷ തത്വമായ പരമദിവ്യോത്തമ പുരുഷനെ ശ്രീകൃഷ്ണൻ വിശദമായി വെളിപ്പെടുത്തുന്നു. ഇപ്പോൾ ഭഗവാൻ തന്നെ വീണ്ടും അർജുനനെ ബോധദീപ്തനാക്കുന്നു. തത്വജ്ഞാനപരമായ ഊഹാപോഹ പ്രക്രിയയിലൂടെ ഈ അധ്യായത്തെ ഉൾക്കൊള്ളുന്ന ഒരാൾക്ക് ഭക്തിയുത സേവനത്തിൻ്റെ പ്രഭാവം സ്പഷ്ടമാവും. വിനയപൂർവം അറിവ് നേടിയെടുക്കുന്നവർക്ക് ഭൗതിക ബന്ധങ്ങളിൽ നിന്ന് മോചനം നേടാൻ കഴിയുമെന്ന് 13-ാം അധ്യായത്തിൽ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. പ്രകൃതിയിലെ ത്രിഗുണങ്ങളുമായുള്ള സമ്പർക്കത്താലാണ് ജീവസത്ത ഭൗതിക ലോകത്തിൽ കുരുങ്ങുന്നതെന്നും പറഞ്ഞു. ആ പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ എന്തെല്ലാമെന്നും അവ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും ആത്മാവിനെ അവ കുടുക്കിൽപ്പെടുത്തുന്നതും മോചിപ്പിക്കുന്നതും ഏതേതു വിധത്തിലെന്നും ഈ അധ്യായത്തിൽ പരമപുരുഷൻ വിവരിക്കുന്നു. ഇവിടെ വിവരിക്കപ്പെട്ട ജ്ഞാനം മറ്റധ്യായങ്ങളിൽ വെളിവാക്കപ്പെട്ട ജ്ഞാനത്തെക്കാൾ ഉത്കൃഷ്ടമാണെന്ന് പരമപുരുഷൻ തന്നെ പ്രഖ്യാപിക്കുന്നു. ഈ ജ്ഞാനം നേടിയതുകൊണ്ടാണ് അനേകം ഋഷിവര്യന്മാർ പരിപൂർണതയിൽ എത്തിയതും ആധ്യാത്മിക ലോകത്തിലേക്ക് കടന്നതും. അതേ ജ്ഞാനത്തെ തന്നെയാണ് ഭഗവാൻ ഇവിടെ കുറെ കൂടി ഭംഗിയായി വിശദീകരിക്കുന്നത്. ഇതുവരെ പ്രതിപാദിക്കപ്പെട്ട ജ്ഞാനപ്രക്രിയകളെക്കാൾ ശ്രേഷ്ഠതയുണ്ടതിന്. ഇതറിഞ്ഞിട്ട് പലരും പരിപൂർണത നേടിയിട്ടുണ്ട്. തന്മൂലം ഈ 14-ാം അധ്യായം സശ്രദ്ധം പഠിക്കുന്നവർക്ക് പരിപൂർണത നേടാം. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.